ആരോടും ഒരു ശത്രുത വെച്ചിരുന്നില്ല. കല്ലെറിഞ്ഞവനോട് പോലും ക്ഷമിച്ചിരുന്നു. അപ്പോൾ വിശ്വസിച്ചിരുന്ന ഒരു കാര്യമുണ്ട്, സത്യം ഒരിക്കലും നമുക്ക് മൂടി വയ്ക്കാനാകത്തില്ല. എത്ര കാർമേഘം കൊണ്ട് മൂടിയാലും അതൊരിക്കൽ പുറത്തേക്ക് വരും. അത് അപ്പയുടെ ജീവിതത്തിൽ ആ സത്യമായി വന്നു. മരിക്കുന്നതിന് മുമ്പ് ആ അവസാനത്തെ CBI റിപ്പോർട്ടും വായിച്ച് കേട്ടതിന് ശേഷമാണ് അപ്പ മരിച്ചത്. അതൊരു ദൈവാനുഗ്രഹമാണ്. വളരെ എനിക്കിന്നും ഓർമ്മയുണ്ട്, സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവസാനം മനോരമയുടെ ഒരു വാർത്ത കണ്ട് ഇങ്ങനെ സംസാരിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങളെ ഇങ്ങനെ വിരൽ വെച്ച് ചൂണ്ടിക്കാണിച്ചു. അത്രയേറെ സന്തോഷത്തോടെയാണ് അപ്പ മടങ്ങിയത്. പിന്നെ വികസന കാര്യത്തിൽ പറയുകയാണെങ്കിൽ, വികസന കാര്യത്തിൽ അപ്പയ്ക്ക് വിട്ടുവീഴ്ചയില്ല. ഒരു കാര്യം നിശ്ചയദാർഢ്യമാണ്. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് വിഴിഞ്ഞം, അത് പൊളിറ്റിക്കൽ പല ആസ്പെക്ട്സ് കാണും, അതിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അപ്പയുടെ നിശ്ചയദാർഢ്യം അന്ന് ചെയ്തത് മുമ്പോട്ട് കൊണ്ടുപോകും. പല വിലങ്ങുതടികളുണ്ടായിരുന്നു. ആദ്യം വന്ന 4 ബിഡുകൾ ഫെയിലായി, പിന്നെ വന്നത് ചൈനീസ് ബിഡായിരുന്നു, പിന്നെ വന്നത് സിംഗിൾ ബിഡായിരുന്നു. ഇതെല്ലാം മറികടന്ന് അതിൻ്റെ മുമ്പോട്ട് പോയി. ഇന്നത് ട്രയൽ റൺ വരെ എത്തി. വളരെയേറെ സന്തോഷമുണ്ട്. അപ്പ ഉയരത്തിൽ നിന്ന് സന്തോഷിക്കുമെന്നാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. ഇറാഖിൽ ആഭ്യന്തര പ്രശ്നം കാരണം നമ്മുടെ മലയാളി നഴ്സുമാർ അവിടെ കുടുങ്ങിപ്പോയി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അന്നപ്പ ആലുവ ഗസ്റ്റ് ഹൗസിലാണ്. അപ്പയും അമ്മയും ഉണ്ട്. അപ്പോൾ ഉറങ്ങിയിട്ടില്ല ആ രാത്രിയിൽ. എന്ന് വെച്ചാൽ ഗവൺമെൻറ്മാർക്ക് പറഞ്ഞിരുന്നു, അവരോട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിരുന്നു, കോള് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ തരണം, ഒരു കോള് പോലും മുടക്കാൻ പാടില്ല. അവരവിടുന്ന് പ്ലെയിൻ കയറി എന്ന് ഉറപ്പ് വരുത്തുന്നത് വരെ അപ്പം ഉറങ്ങാതെ തന്നെ അതിൻ്റെ പുറകെയായിരുന്നു. സോളാറിൻ്റെ വിവാദം നടക്കുന്ന സമയത്ത് ഇവിടെ വളരെയേറെ പ്രശ്നങ്ങൾ നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ക്ലിഫ് ഹൗസിൽ അപ്പയെ കാണാൻ കുറച്ച് പേര് വന്നു. അവർ എങ്ങനെ, ഈ പ്രശ്നം നടക്കുന്നതുകൊണ്ട് പൊതുവേ തുറന്നിട്ട വാതിലാണ്, കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അകത്തോട്ട് കയറാൻ. പക്ഷെ അവർ അകത്ത് വന്ന് അപ്പയെ കണ്ടത് ആക്ച്വലി സത്യം പറഞ്ഞാൽ വർക്കലയിലുള്ള 3 കുടുംബങ്ങളാണ് വന്നിരുന്നത്. അവിടുത്തുള്ള 3 ചെറുപ്പക്കാർ. നമസ്കാരം. ധാർമ്മികതയില്ലാത്ത, രാഷ്ട്രീയ അവബോധമില്ലാത്ത രാഷ്ട്രീയക്കാർ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി എങ്ങനെയാണോ ആദർശത്തിൻ്റെ പടമുഖത്ത് നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ ഇകഴ്ത്തുവാൻ വേണ്ടി, ചവിട്ടിത്താഴ്ത്തുവാൻ വേണ്ടി പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും വലിയ രക്തസാക്ഷിയായിരുന്നു ഉമ്മൻചാണ്ടി. കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ സൗമ്യമുഖം, അല്ലെങ്കിൽ കാരുണ്യത്തിൻ്റെ, കരുതലിൻ്റെ, വികസനത്തിൻ്റെ ഒക്കെ മുഖം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഉമ്മൻചാണ്ടിയെ കള്ളക്കേസുകളുണ്ടാക്കി, ആ കള്ളക്കേസുകളുടെ പേരിൽ അപകീർത്തിപ്പെടുത്തി പുറത്താക്കി ഏതു വിധേനയും രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി പണിയെടുത്ത ചില പിണിയാളുകളുടെ ചരിത്രം കൂടിയാണ് ഉമ്മൻചാണ്ടിയുടെ ചരിത്രത്തോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് എന്നാണ് സമകാലീന കേരളത്തിൽ ഇന്ന് നടന്നിരിക്കുന്ന സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ദിനം ആഘോഷിച്ചത്. ഈ ചരമവാർഷിക ദിനത്തിൽ ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ കുടുംബക്കാരും കേരളത്തിലെ ആബാലവൃദ്ധ ജനങ്ങളും അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തുകയുണ്ടായി. പലയിടങ്ങളിലും അനുസ്മരണ സമ്മേളനങ്ങൾ തന്നെ നടത്തുകയുണ്ടായി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. അശ്രാന്ത പരിശ്രമത്തിന്റെ പര്യായമായി ഉമ്മൻചാണ്ടിയെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും എന്നൊക്കെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ അവസാന നാളുകളിൽ ഉമ്മൻചാണ്ടിയെ ഏതു വിധേനയും അധികാരത്തിൽ നിന്ന് പുറത്താക്കി രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി പിണറായി വിജയനും പിണറായി വിജയന്റെ പിണിയാണുകളും കൂടി എന്തൊക്കെയാണ് ഉമ്മൻചാണ്ടിക്കെതിരെ പറഞ്ഞു പരത്തിയത്, കള്ളക്കേസുകൾ ഉണ്ടാക്കിയത് എന്നാണ് നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നത്, വിലയിരുത്തേണ്ടിയിരിക്കുന്നത് എന്ന് തന്നെയാണ് പ്രതിപക്ഷ കക്ഷികളും ചൂണ്ടിക്കാണിച്ചത്. ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയെ രോഗഗ്രസ്തനാക്കി ദീർഘനാൾ ശയ്യാവലംബിയാക്കി കിടത്തിയതിന് പിന്നിൽ ഇത്തരം ചില കുബുദ്ധികളുടെ കുതന്ത്രങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ പ്രതിപക്ഷ കക്ഷികൾ ആരോപിക്കുന്നത്. എന്നാൽ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടി അഗ്നിവിശുദ്ധി തേടി തന്നെയാണ് തനിക്കെതിരെ ഉയർന്നു വന്ന എല്ലാ ആരോപണങ്ങളും അടിസ്ഥാനരഹിതമായിരുന്നു, അഥവാ രാഷ്ട്രീയ അധികാരം കൈയാളുവാൻ വേണ്ടി ചില പിണിയാളുകൾ ഒരുക്കിയ കപട നാടകമായിരുന്നു എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ, കോടതിയുടെ ഉത്തരവിന് കൊണ്ട് തന്നെ സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ, സത്യം തെളിയിച്ചുകൊണ്ട് തന്നെയാണ് ഉമ്മൻചാണ്ടി വിട പറഞ്ഞത്. ഉമ്മൻചാണ്ടിയുടെ നഷ്ടത്തിലൂടെ തനിക്ക് തൻ്റെ അപ്പയെയും തൻ്റെ കുടുംബത്തിന് കുടുംബനാഥനെയും നഷ്ടപ്പെട്ടു എന്നതിലുപരി എങ്ങനെയാണ് ഒരു സാധാരണക്കാരനായ മനുഷ്യനെ, സാധാരണക്കാരനായ കുടുംബനാഥനെ ഈ രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ട് ഇല്ലാതാക്കുവാൻ വേണ്ടി എതിർചേരിയിലുള്ള രാഷ്ട്രീയക്കാർ ശ്രമിച്ചത് എന്ന് കൂടി തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ 1ാം അനുസ്മരണ സമ്മേളനത്തിൽ സംബന്ധിച്ചുകൊണ്ട് സംസാരിച്ച ഉമ്മൻചാണ്ടിയുടെ മൂത്ത മകളായ മറിയ ഉമ്മൻ പറഞ്ഞത്. ലോകത്ത് ഒരു കുടുംബത്തിനും ഇത്രത്തോളം വൈകാരികമായ സന്ദർഭങ്ങളിലൂടെ കടന്നു പോകേണ്ട ഒരു അവസരം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് മറിയ ഉമ്മൻ അനുസ്മരിച്ചത്.
തന്നെ രാഷ്ട്രീയമായി ഇല്ലാതാക്കുവാൻ വേണ്ടി സദാചാരത്തിന് നിരക്കാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കിയ ആളുകളോട് പോലും ക്ഷമിച്ചവനായിരുന്നു ഉമ്മൻചാണ്ടി എന്നാണ് മറിയ ഉമ്മൻ പറഞ്ഞത്. അപ്പയ്ക്ക് ആരോടും ഒരു തരത്തിലും വൈരാഗ്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ സത്യം ഒരു നാളിൽ തെളിയും, സത്യത്തെ മൂടിവെക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് തികഞ്ഞ വിശ്വാസിയായ അപ്പ എപ്പോഴും ഞങ്ങളോട് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ അപ്പയുടെ മരണത്തിന് മുമ്പ് അപ്പയെക്കുറിച്ച് ഉയർന്നു വന്ന എല്ലാ കഥകളും കള്ളക്കഥകളായിരുന്നു, നാടകങ്ങളായിരുന്നു എന്ന് തെളിയിക്കുവാനായി കാലം അത് തെളിയിച്ചു. അത് കണ്ട ചാരിതാർത്ഥ്യത്തോടു കൂടി തന്നെയാണ് അപ്പ ഈ ലോകത്തോട് വിട പറഞ്ഞത് എന്ന് തന്നെയാണ് വളരെ വൈകാരികമായി തന്നെ മറിയ ഉമ്മൻ പറഞ്ഞത്. ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് നടത്തിയ അനുസ്മരണ സമ്മേളനത്തിൽ അപ്പയെ അനുസ്മരിച്ചുകൊണ്ട് മറിയ ഉമ്മൻ നടത്തിയ പ്രഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ബഹുമാനപ്പെട്ട ഗവർണർ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ച് അപ്പയുടെ ഒരു അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കാനും ഇങ്ങനൊരു പ്രസംഗം നടത്താനും ജനശ്രീ തന്ന ഒരു അവസരത്തിനായിട്ടുള്ള നന്ദി ആദ്യം തന്നെ ഞാൻ അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഗവർണർ അദ്ദേഹം അപ്പയുമായിട്ട് വളരെയേറെ നല്ല ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയാണ്. വളരെയേറെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിന് പോകുന്നതിന് മുമ്പ് ഞാൻ അപ്പയെ കാണാനായിട്ട് വീട്ടിൽ വന്നിരുന്നു. ഇപ്പം മരണത്തിന് ശേഷം ഇപ്പം ഈ 1ാം വാർഷികത്തിൽ തന്നെ ഞാൻ അദ്ദേഹമുള്ള 2ാമത്തെ പരിപാടിയിലാണ് പങ്കെടുക്കുന്നത്. പുതുപ്പള്ളിയിലും വന്നിരുന്നു, ഇവിടെയും വന്നിരുന്നു. അങ്ങനെ വളരെയേറെ നല്ല ബന്ധം പുലർത്തി കൊണ്ടുപോകുന്ന വ്യക്തിയാണ്. അതിനുള്ള നന്ദി ആദ്യമായി തന്നെ അറിയിക്കുകയാണ്. അപ്പയെ പറ്റി പറയുകയാണെങ്കിൽ കാരുണ്യവും കരുതലും സാന്ത്വനവും വികസനവും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോയ വ്യക്തിയാണ് അദ്ദേഹം. ഒരിക്കലും ഒന്നിനു വേണ്ടി വേറൊരെണ്ണം മാറ്റിവെച്ചിട്ടില്ല. എത്ര തിരക്കാണെങ്കിലും മറ്റൊരാൾക്ക് വേണ്ടി കരുതൽ, അയാളുടെ പ്രശ്നത്തിൽ ഇടപെടുന്നത് എപ്പോഴും അപ്പ നോക്കിയിരുന്നതിൽ ഏറ്റവും വലിയ ഉദാഹരണം ജനസമ്പർക്കം തന്നെയാണ്. നാം എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. 20 മണിക്കൂറോളം രാവിലെ 9 മണിക്ക് തുടങ്ങിയാൽ ഭക്ഷണം പോലും കഴിക്കാതെ ജസ്റ്റ് കരിക്കും വെള്ളത്തിലോ ഓട്സോ മാത്രം കുടിച്ച് 20 മണിക്കൂറോളം നിന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഉമ്മൻചാണ്ടിയെ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. വളരെ തിരക്കായിരുന്നു. എത്ര തിരക്കായിരുന്നെങ്കിലും പക്ഷേ വീട്ടുകാരുടെ കാര്യം നോക്കാതിരുന്നിട്ടില്ല എന്നല്ല, വീട്ടുകാരുടെ കാര്യവും നോക്കുമായിരുന്നു. പക്ഷേ ആ തിരക്കിൻ്റെ ഇടയിലും ഒരാൾ വന്നു കഴിഞ്ഞാൽ ആ ആളുടെ കാര്യം ചെയ്യാൻ ഏറ്റവും ശ്രദ്ധിച്ചിരുന്നു. എല്ലാം മാറ്റിവെച്ച് ഒരു ഉദാഹരണം, ഇറാഖിൽ ആഭ്യന്തര പ്രശ്നം കാരണം നമ്മുടെ മലയാളി നഴ്സുമാർ അവിടെ കുടുങ്ങിപ്പോയി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ടെന്ന്. അപ്പോൾ ആലുവ ഗസ്റ്റ് ഹൗസിലാണ്, അപ്പയും അമ്മയും ഉണ്ട്. അപ്പോൾ ഉറങ്ങിയിട്ടില്ല ആ രാത്രിയിൽ. എന്ന് വെച്ചാൽ ആ ഗവൺമെൻറ്മാർക്ക് പറഞ്ഞിരുന്നു, അവരോട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിരുന്നു, കോള് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ തരണം, ഒരു കോള് പോലും മുടക്കാൻ പാടില്ല. അവരവിടുന്ന് പ്ലെയിൻ കയറി എന്ന് ഉറപ്പ് വരുത്തുന്നത് വരെ അപ്പം ഉറങ്ങാതെ തന്നെ അതിൻ്റെ പുറകെയായിരുന്നു. ഏതൊരു പ്രശ്നത്തിലും മറ്റൊരാളുടെ കഷ്ടതയിൽ ഏറ്റവും കൂടുതൽ കരുതിയിരുന്നു. അതുപോലെ തന്നെ സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളാറിൻ്റെ വിവാദം നടക്കുന്ന സമയത്ത് ഇവിടെ വളരെയേറെ പ്രശ്നങ്ങൾ നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ക്ലിഫ് ഹൗസിൽ അപ്പയെ കാണാൻ കുറച്ച് പേര് വന്നു. അത് അവർ എങ്ങനെ, ഈ പ്രശ്നം നടക്കുന്നതുകൊണ്ട് പൊതുവേ തുറന്നിട്ട വാതിലാണ്, കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അകത്തോട്ട് കയറാൻ. പക്ഷേ അവർ അകത്ത് വന്ന് അപ്പയെ കണ്ടത് ആക്ച്വലി സത്യം പറഞ്ഞാൽ വർക്കലയിലുള്ള 3 കുടുംബങ്ങളാണ് വന്നിരുന്നത്. അവിടുത്തുള്ള 3 ചെറുപ്പക്കാർ അവർ ഒരു ജയിലിൽ, സൗദിയിലെന്തോ ആണ് അവരുടെ ജയിലിൽ അവർ തൂക്കുകയർ കാത്ത് കിടക്കുകയാണ്. അവരെ മോചിപ്പിക്കാനായിട്ടുള്ള കാര്യം ചോദിച്ചാണ് വന്നത്. അത്രയും പ്രശ്നം നടക്കുമ്പോഴും സ്വന്തം കാര്യം, അവിടെ വലിയ പ്രശ്നം നടക്കുക, അതെല്ലാം മാറ്റിവെച്ച് അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും നടത്തി എല്ലാവരോടും സംസാരിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ ബ്ലഡ് മണി അറേഞ്ച് ചെയ്ത് അവരെ വെളിയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ സ്വന്തം കാര്യം മാറ്റിവെച്ച് നടന്നിരുന്ന വ്യക്തിയാണ് അപ്പ. അതുപോലെ തന്നെ ഒരു മനുഷ്യനോടും ശത്രുത പുലർത്തിയിരുന്നില്ല, ഒരു വിരോധവും പറ്റില്ല. നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ മാനസികമായി ഒരുപാട് പീഡിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ അപ്പയെ നേരിട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ആരോടും ഒരു ശത്രുത വെച്ചിരുന്നില്ല. കല്ലെറിഞ്ഞവനോട് പോലും ക്ഷമിച്ചിരുന്നു. അപ്പ വിശ്വസിച്ചിരുന്ന ഒരു കാര്യമുണ്ട്, സത്യം ഒരിക്കലും നമുക്ക് മൂടി വയ്ക്കാനാകത്തില്ല. എത്ര കാർമേഘം കൊണ്ട് മൂടിയാലും അതൊരിക്കൽ പുറത്തേക്ക് വരും. അത് അപ്പയുടെ ജീവിതത്തിൽ സത്യമായി വന്നു. മരിക്കുന്നതിന് മുമ്പ് ആ അവസാനത്തെ CBI റിപ്പോർട്ടും വായിച്ച് കേട്ടതിന് ശേഷമാണ് അപ്പ മരിച്ചത്. അതൊരു ദൈവാനുഗ്രഹമാണ്. വളരെ എനിക്കിന്നും ഓർമ്മയുണ്ട്, സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവസാനം മനോരമയുടെ ഒരു വാർത്ത കണ്ടിങ്ങനെ സംസാരിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങളെ ഇങ്ങനെ വിരൽ വെച്ച് ചൂണ്ടിക്കാണിച്ചു. അത്രയേറെ സന്തോഷത്തോടെയാണ് അപ്പ മടങ്ങിയത്.
പിന്നെ വികസന കാര്യത്തിൽ പറയുകയാണെങ്കിൽ വികസന കാര്യത്തിൽ അപ്പയ്ക്ക് വിട്ടുവീഴ്ചയില്ല. ഒരു കാര്യം നിശ്ചയദാർഢ്യമാണ്. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് വിഴിഞ്ഞം, അത് പൊളിറ്റിക്കൽ പല ആസ്പെക്ട്സ് കാണും, അതിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അപ്പയുടെ നിശ്ചയദാർഢ്യം അന്ന് ചെയ്തത് മുമ്പോട്ട് കൊണ്ടുപോകും. പല പല വിലങ്ങുതടികളുണ്ടായിരുന്നു. ആദ്യം വന്ന് 4 ബിഡുകൾ ഫെയിലായി, പിന്നെ വന്നത് ചൈനീസ് ബിഡായിരുന്നു, പിന്നെ വന്നത് സിംഗിൾ ബിഡായിരുന്നു. ഇതെല്ലാം മറികടന്ന് അതിൻ്റെ മുമ്പോട്ട് പോയി. ഇന്നത് ട്രയൽ റൺ വരെ എത്തി. വളരെയേറെ സന്തോഷമുണ്ട്. അപ്പ ഉയരത്തിൽ നിന്ന് സന്തോഷിക്കുമെന്നാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ മെട്രോ ഒരുപാട് പേര് പറഞ്ഞു നഷ്ടത്തിലെത്താം, പല പല പ്രശ്നങ്ങളുണ്ടാകാം, എന്നാലും അതിലേക്ക് മുമ്പോട്ട് പോയി. അതും ട്രയൽ റൺ നടത്തിയിട്ടാണ് അപ്പ ഇറങ്ങിയത്. കണ്ണൂർ എയർപോർട്ടിലും പറക്കൽ വിമാനം അവിടെ ഇറക്കി, എന്നിട്ടാണ് ഇറങ്ങിയത്. സ്മാർട്ട് സിറ്റി, പാലങ്ങൾ, ബൈപ്പാസുകൾ, അങ്ങ് അനേകം, ഇതെല്ലാം കാരുണ്യം പോലെ വികസന കാര്യത്തിലും ഒരിക്കലും അപ്പ വിട്ടുവീഴ്ച ചെയ്യാൻ നടന്നിരുന്നില്ല. പുതുപ്പള്ളിയും പാർട്ടിയും കേരളവുമായിരുന്നു അപ്പയുടെ ജീവൻ. പുതുപ്പള്ളി എന്ന് പറഞ്ഞാൽ അപ്പയ്ക്കൊരു വികാരമായിരുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ പാർട്ടിയും കേരളവും അപ്പയുടെ ആ വികാരം, അപ്പ എന്ത് ചെയ്തു അതെല്ലാം നാം മരണത്തിലാണ് കണ്ടത്. അപ്പ ആഗ്രഹിച്ചത്, അപ്പ മരിക്കും, ഞങ്ങൾ ജർമ്മനി ട്രീറ്റ്മെൻറ്റിന് പോകുന്നതിന് മുമ്പേ ഞങ്ങളോട് പറഞ്ഞായിരുന്നു, ഞാൻ എന്നോടും അമ്മയോട് പറഞ്ഞ്, എന്നെ ജനങ്ങളെ കാണിക്കണം, ഞാൻ മരിച്ചാൽ എന്നെ ജനങ്ങളെ കാണിക്കണം. പക്ഷേ അതൊരിക്കലും മറ്റൊരു വ്യക്തി അറിഞ്ഞിരുന്നില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് അപ്പയുടെ ആ ഹൃദയം മലയാളികൾ മനസ്സിലാക്കി, എല്ലാവരും കണ്ടതാണ്. ആ ജനസമുച്ചയം അത്രയേറെ ആദരം കൊടുത്താണ് അപ്പയെ മുമ്പോട്ട് കൊണ്ടുപോയത്. എന്തായാലും ഇവിടെ ഇങ്ങനെ വരാനും, ജനശ്രീയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അപ്പയെ തുടക്കം തൊട്ട് ജനശ്രീയുടെ എല്ലാ കാര്യത്തിലും പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കാം അപ്പ കൊണ്ടുവന്ന മോഡൽ, ആ ഒരു മോഡൽ, ഇന്നിപ്പോൾ ജനശ്രീ കൊണ്ടുവരുന്ന ഈ മോഡൽ സമൂഹത്തിന് മുമ്പിൽ വലിയൊരു മാതൃകയാണ്. ഇങ്ങനെ പലരും ഇത് തുടരുകയാണെങ്കിൽ നമ്മുടെ നാട് തന്നെ മറ്റൊരു മുഖച്ഛായയിലേക്ക് മാറാം. ഉമ്മൻചാണ്ടി മോഡലാണ് ഇന്നിപ്പം ജനശ്രീക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. അതിലുള്ള ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാവരുടെയും നന്ദി അറിയിക്കുകയാണ്. ഇന്നിവിടെ ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിനും ഇങ്ങനൊരു അവസരം തന്നതിനുമുള്ള നന്ദി എല്ലാവരോടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.